ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2ാം ക്ലാസ്സിലെ ഉത്കൃതനം 3-ാം ദിവസത്തെ 2022-23 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇൻ്റഗ്രേഷൻ ഡേ 2ഉം ഡേ 1ഉം കഴിഞ്ഞു, ഇനി ഡേ 3 ആണല്ലേ. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. റെഡിയാണോ? ഒന്നാമത്തെ പ്രവർത്തനം 11 നാടകം കളിക്കാം. നീതുവും കൂട്ടുകാരും നാടകം കളിക്കുകയാണ്. അവർ പറയുന്നത് എന്താണ്? ചിത്രങ്ങൾക്ക് നേരെയുള്ള കോളങ്ങളിൽ എഴുതൂ. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ മുയലാണല്ലേ. അപ്പോൾ മുയൽ പറയാണ്, നീതുവിൻ്റെ കയ്യിൽ തലയിൽ മുയലാണ്. അപ്പം മുയൽ പറയാണ്, ഞാൻ മുയൽ, കാട്ടിലും നാട്ടിലും ഞാനുണ്ട്, സസ്യാഹാരം മാത്രമേ കഴിക്കൂ, കുഞ്ഞുങ്ങളെ പ്രസവിക്കും. അടുത്തത് എന്താണ്? നീതുവിൻ്റെ കൂട്ടുകാരൻ്റെ തലയിൽ പരുന്താണല്ലേ. അപ്പം എന്താ പറയുക? ഞാൻ പരുന്ത്, കാട്ടിലും നാട്ടിലും ഞാനുണ്ട്, മാംസാഹാരം മാത്രം കഴിക്കും, കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ഇതുപോലെ തന്നെ എഴുതാം. പക്ഷേ എന്താണ്? പരുന്ത് സസ്യാഹാരമല്ല കഴിക്കുക, മാംസാഹാരവും കഴിക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്തത് ആരാണെന്ന് നോക്കൂ. അടുത്തത് എന്താണ്? ചിത്രശലഭമാണല്ലേ. അപ്പോൾ എഴുതണം, ഞാൻ ചിത്രശലഭം, കാട്ടിലും നാട്ടിലും ഞാനുണ്ട്, സസ്യാഹാരം മാത്രം കഴിക്കും, പൂക്കളിൽ പാറി നടക്കും. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഞാൻ ചിത്രശലഭം, കാട്ടിലും നാട്ടിലും ഞാനുണ്ട്, സസ്യാഹാരം മാത്രം കഴിക്കും, പൂക്കളിൽ പാറി നടക്കും. ഇനി കൂട്ടത്തിൽ പെടാത്തത് ആര്? കണ്ടെത്തി എഴുതൂ. കോഴി, തത്ത, പശു, താറാവ്. ആരാണ്? പശുവാണ്. കൂട്ടത്തിൽ പെടാതിരിക്കാനുള്ള കാരണം എന്താണ്? കാരണം കോഴിയും തത്തയും താറാവും പക്ഷികളാണ്, പശു മൃഗമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി പ്രവർത്തനം 12 നോക്കൂ. സാധനങ്ങൾ വാങ്ങാമെന്ന പ്രവർത്തനമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ നാടകം കളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ നീതുവും അതുലും കടയിലെത്തി. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ബലൂണ്, ക്രയോണ്, മാല, വള, കമ്മൽ, കളിത്തോക്ക്, പാവ, മുഖം മൂടി, ഇത്തരത്തിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. ഇനി ഇതിലെ ആദ്യത്തെ ചോദ്യം നോക്കൂ. നീതുവിൻ്റെ കയ്യിൽ 2 10 രൂപ നോട്ടുകളും ഒരു 20 രൂപ നോട്ടുമുണ്ട്. മുഴുവൻ തുകയും ഉപയോഗിച്ച് അവൾ സാധനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. നീതുവിൻ്റെ കയ്യിൽ ആകെ എത്ര രൂപയുണ്ട്? 2 10 രൂപ എന്ന് പറഞ്ഞാൽ 10 + 10, അപ്പോൾ എത്രയായി? 20. ഇനി ഒരു 20 രൂപ നോട്ട് എന്ന് പറഞ്ഞാൽ 20 മാത്രം. അപ്പോൾ ആ 20ഉം 10 + 10ൻ്റെ 20ഉം ഈ 20ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 40. അപ്പോൾ ആകെ എത്ര രൂപയുണ്ട് നീതുവിൻ്റെ കയ്യിൽ? 40 രൂപ. ഓക്കെ, ഇനി നീതുവിന് വാങ്ങാവുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ലിസ്റ്റ് എഴുതണം. ഇവിടെ ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെ നീതുവിന് വാങ്ങാം? ക്രയോണ് വാങ്ങാം അല്ലേ. ക്രയോണ്, അതുപോലെ തന്നെ ക്രയോണിന് 10 രൂപയാണ്, മുഖം മൂടിക്ക് 30 രൂപയാണ്. അപ്പോൾ ക്രയോണും മുഖം മൂടി വാങ്ങിക്കഴിഞ്ഞാൽ 40 രൂപ ചിലവാകും. ഇനി അടുത്തത് നോക്കൂ. അതുലിൻ്റെ കയ്യിൽ 32 രൂപയുണ്ട്. മുഴുവൻ തുകയും ഉപയോഗിച്ച് അവൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയിരിക്കും? ഒരു വളക്ക് ഇവിടെ 12 രൂപയാണ്. കമ്മലിനാകട്ടെ, കമ്മലിന് 20 രൂപയാണ്. അപ്പോൾ ഒരു വളയും ഒരു കമ്മലും വാങ്ങിച്ചു കഴിഞ്ഞാൽ 32 രൂപ ഫുള്ളാവും. 20 + 12 32. ഇനി അടുത്തത് നോക്കൂ. പ്രവർത്തനം 3 ക്ഷണക്കത്താണ്. 2022 ഡിസംബർ 23 ബാലസഭയിൽ നാടകം അവതരിപ്പിക്കാൻ നീതുവും കൂട്ടുകാരും തീരുമാനിച്ചു. ബാലസഭയിൽ പങ്കെടുക്കാൻ കൂട്ടുകാരെ ക്ഷണിക്കാനുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കൂട്ടുകാരെ നമ്മൾ ക്ഷണക്കത്ത് തയ്യാറാക്കേണ്ടത്? നമുക്കറിയാം. ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങണം അല്ലേ. 2022 ഡിസംബർ 23 ബാലസഭയിൽ നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പങ്കെടുക്കണം എന്ന് കമ്മിറ്റി കൺവീനർന്നോ എന്തെങ്കിലും ഒന്ന് എഴുതാം. ഓക്കെ, ഇനി പ്രവർത്തനം 14 കലണ്ടറാണ്. 2023 ഇനി അല്പനാളുകൾ മാത്രം. ഇത് കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ. ഇപ്പോൾ 2024 കുറച്ച് സമയങ്ങൾ മാത്രമാണല്ലേ. മീനു ബാലസഭയിൽ വന്ന 2023 ജനുവരി മാസത്തെ കലണ്ടർ കണ്ട് അത്ഭുതപ്പെട്ടു. അതിൽ ഒരു തീയതി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഒഴിഞ്ഞ കളങ്ങളിൽ തീയതികൾ പൂരിപ്പിക്കുക. അപ്പോൾ ഇവിടെ 5 വ്യാഴാഴ്ചയാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ മുന്നത്തെ ബുധനാഴ്ച എന്ന് പറയുന്നത് 4 ആയിരിക്കും, പിന്നെ 3 ആയിരിക്കും, പിന്നെ 2 ആയിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ 1 എന്ന് പറയുന്നത് ഞായറാഴ്ചയായിട്ട് വരും. ഓക്കെ, അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് 31 ദിവസമാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി 2023 ജനുവരി 26 റിപ്പബ്ലിക് ദിനം ഏത് ദിവസമാണ്? നിങ്ങളിത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജനുവരി 26 എന്ന് പറയുന്നത് ഏതാഴ്ചയാണ്? വ്യാഴാഴ്ചയാണെന്ന് മനസ്സിലാവും. ഇനി 2023 ജനുവരി മാസം ആകെ എത്ര ഞായറാഴ്ചകളാണുള്ളത്? ഇത് എഴുതി കഴിയുമ്പോൾ 5 ഞായറാഴ്ചകൾ നിങ്ങൾക്ക് കിട്ടും. ഞായറാഴ്ചകൾ വരുന്ന തീയതികൾ ഏതൊക്കെയാണ്? 1, 8, 15, 22, 29 ഇങ്ങനെയാണ് വരിക. ഒന്നുകൂടെ പറയാം. 1, 8, 15, 22, 29.
ഇനി 2023 ഫെബ്രുവരി 1 ഏത് ദിവസമാണ്? ഇവിടെ 2023 ജനുവരി 31 എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഫെബ്രുവരി 1 പറയുമ്പോൾ പിറ്റേ ദിവസം ബുധനാഴ്ചയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി. വളരെ സിമ്പിളാണ് എക്സാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.